ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പം കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം, അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി നന്നായി ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 8-10 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കാഷ്നട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പകരം തേങ്ങ ചിരകിയത് മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മളിതിൽ ഗരം മസാല ചേർത്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്നട്ടും തേങ്ങയും കൂടി അരച്ചെടുത്ത ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. അപ്പോൾ ഒരുപാട് തേങ്ങ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂടിയാൽ നമ്മൾ പിന്നെ തേങ്ങ അരച്ച് വയ്ക്കുന്ന ആ കറിയുടെ ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ തേങ്ങ എടുക്കുന്നത് ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഗ്രേവിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് വെള്ളം ചേർത്തത്, അതുകൊണ്ടാണ് വെള്ളം കളർ ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിനി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 to 7 മിനിറ്റ്സ് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ കറി നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും കറിയുടെ. നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ മാത്രമല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് മുട്ട കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതാവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ടൊരു 2 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ കറിയുടെ ഫ്ലേവർ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കറി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഞാൻ ഇതിനു മുമ്പ് കുരുമുളക് ഇട്ട് ചെയ്യുന്ന മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ചെയ്തിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെയും ഫീഡ്ബാക്സ് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.